ഡയറ്റ് ഇപ്പൊ തുടങ്ങാല്ലേ. രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് ഫേസ് യോഗയുടെ ക്ലാസ്സിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന കേട്ടോ. എല്ലാവരുടെയും ചിരിച്ചുള്ള മുഖം രാവിലെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ഹാഫ് ലെമൺ ഒഴിച്ചിട്ടാണ് കേട്ടോ. കുടിക്കാൻ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷം അമ്മയെ ബസ് സ്റ്റാൻഡിലേക്ക് വിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ആൾ എന്റെ വണ്ടി കയറുന്നത്. സാധാരണ പേടിച്ചിരിക്കുന്ന അമ്മ അന്ന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. വന്ന ഉടനെ അച്ചുകുണ്ണെ സ്കൂളിൽ വിടാനുള്ള തയ്യാറെടുപ്പില്ലായിരുന്നു. ഇപ്പൊ കുറച്ചധികം വാശിയുണ്ട് സ്കൂളിൽ പോകാൻ, പക്ഷെ ഉന്തിത്തള്ളി വിട്ടു. വീട്ടിൽ വന്ന ഉടനെ മധുരമില്ലാത്ത എന്റെ ഒരു ഗ്ലാസ് കോഫി ഞാൻ കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് മധുരക്കിഴങ്ങാണ് കേട്ടോ. അതിനുശേഷം ഒരു 10 മിനിറ്റ്സ് ഫേസ് യോഗ ചെയ്യും. ഉടനെ തന്നെ അടുത്ത ബാച്ച് തുടങ്ങുമായിരുന്നു. സോ കുളിച്ച് റെഡി ആയിട്ട് അടുത്ത ഫേസ് യോഗ സെഷനും കഴിഞ്ഞിട്ട് നേരെ എന്റെ വണ്ടി കഴുകാനായിട്ട് ഡ്രസ്സിങ് ചെയ്താട്ടോ. ഇത് എറണാകുളത്ത് ഒരു ലോങ് ഡ്രൈവ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്തൊന്നുമില്ലാത്ത പൊടി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. നേരെ ഫുഡ് കഴിച്ചിട്ട് പാർഷ്യയിലോട്ട്. ഇതായിരുന്നു എന്റെ ലഞ്ച്. ചോറിന് വേണ്ടിയല്ല, കൂട്ടാന് വേണ്ടിയാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. നേരെ പാർഷ്യയിലെത്തി. അവിടെ വെച്ച് അടുത്ത ഫേസ് യോഗ സെഷൻസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ബ്യൂട്ടിഫുൾ ലേഡീസിനെല്ലാം ഓരോരോ കഥകൾ പറയാനുണ്ട്. അച്ഛന് ചെസ് ഉണ്ടായിരുന്നുകൊണ്ട് സ്കൂളിന്റെ ഫ്രണ്ടിൽ കുറച്ചു നേരം കിടന്നിട്ടാണ് അച്ഛനെ പിക്ക് ചെയ്തത്. നേരെ വീട്ടിലെത്തി. ഞങ്ങൾ രണ്ടുകൂടെ മഖനയും അതുപോലെ തന്നെ ബ്ലൂബെറിയും കഴിച്ചു. ആഹാരത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് സിമിലർ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു അമ്മ എന്നതിനേക്കാൾ ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അച്ചുകുന്റെ ഫുഡ് ആട്ടോ ഇത്. അതിനുശേഷം ആളെ കുളിപ്പിച്ചിട്ട് 6:30 ആയപ്പോ ഞാൻ എന്റെ ഡിന്നർ ഫിനിഷ്. പാലുവെണ്ണ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ രാത്രി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഫേസ് യോഗയുടെ ക്ലാസ് എടുത്തത്. കൂട്ടിനായിട്ട് ആർദ്രയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ചുകുന്റെ സ്കൂളിലേക്കുള്ള ക്രിസ്മസ് ഫ്രണ്ടിന്റെ കാര്യങ്ങളാട്ടോ ഈ റെഡിയാക്കിയത്. അതിനുശേഷം വീട് മൊത്തം വൃത്തിയാക്കിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി.